കോപ്പ അമേരിക്കയ്ക്ക് ഒരുങ്ങുന്ന ബ്രസീലിനും ആരാധകർക്കും സന്തോഷ വാർത്ത. പരിക്കിൽ നിന്ന് മുക്തനാവുന്ന നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്കയിൽ കളിച്ചേക്കും. നെയ്മറിന്റെ ഫിസിയോതെറാപ്പിസ്റ്റാണ് നെയ്മറിന് കോപ്പയിൽ കളിക്കാൻ കഴിയുമെന്ന ശുഭസൂചന നൽകിയതെന്ന് സ്പാനിഷ് മാധ്യമം AS റിപ്പോർട്ട് ചെയ്തു. നെയ്മർ പരിക്ക് മാറുന്നതിന് വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്നും താരം ഉടൻ പരിശീലനം തുടങ്ങുമെന്നും ഫിസിയോ സമീർ അൽ ഷെഹ്റാനി വ്യക്തമാക്കി. നെയ്മറുടെ കാലിലെ മസിലുകൾ ശക്തിപ്പെടുത്തുന്ന ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. അൽ ഹിലാൽ താരമായ നെയ്മർ ഇതിനോടകം പന്തുമായി ഒറ്റയ്ക്ക് പരിശീലനം നടത്തുന്നുണ്ട്. പന്തുമായി ജഗ്ലിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ നെയ്മർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അൽ ഹിലാലിലെ ജിമ്മിലാണ് നെയ്മറുടെ പരിശീലനം. കോപ്പയിൽ കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെയ്മർ തീവ്ര പരിശീലനം നടത്തുന്നത്. നേരത്തെ നെയ്മർ ജൂലൈയിലോ ഓഗസ്റ്റിലോ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുകയുള്ളൂവെന്ന് ബ്രസീൽ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് നെയ്മറുടെ പരിക്ക് ഭേദമാവുന്നത്. ഇതുകൊണ്ട് തന്നെ നെയ്മറിന് കോപ്പയിൽ കളിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജൂൺ 21 മുതൽ ജൂലൈ 15 വരെയാണ് കോപ്പ അമേരിക്ക നടക്കുക. ഒക്ടോബറിൽ ഉറുഗ്വേക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെയാണ് നെയ്മറിന് പരിക്കേറ്റത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നെയ്മർ പിന്നീട് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ബ്രസീലിന്റെ കാർത്തി മികച്ച ഗോൾ വേട്ടക്കാരനായ നെയ്മർ 128 കളിയിൽ 79 ഗോൾ നേടിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.